സ്വാഗതം. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കേരാച്ചൂരയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേരാച്ചൂര. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കുള്ള റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നീട് അതേ അളവിൽ കാശ്മീരി ഒരു ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം ഉലുവ ചേർക്കാറുണ്ട്, കൂടുതലായ കഴിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടരുത്. ഉപ്പ് കുറഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു അര നാരങ്ങ കുഞ്ഞ് വെച്ച് കൊടുക്കാം. വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, നല്ലവണ്ണം അത് ഇങ്ങനെ കൈകൊണ്ട് എല്ലായിടത്തും അരപ്പ് എല്ലാം വരത്തക്ക രീതിയിൽ ഇങ്ങനെ നല്ലവണ്ണം എല്ലാ ഭാഗത്തും ചേർത്തക്ക രീതിയിൽ കുഴച്ച് കൊടുക്കുക. കേട്ടോ, ഇപ്പം ഈ അരപ്പ് എല്ലാ ഭാഗത്തും ഇതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ പൊരിച്ച മീനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് ഇപ്പം ഞാൻ ആ കേര മീൻ എല്ലാം നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കണം. അന്നേരത്തേന് ഇതെല്ലാം ഒരുവിധം ഇതാവും. അപ്പം നല്ല ടേസ്റ്റ് ആവും. അപ്പം അതിന് ശേഷമേ നമ്മളിത് പൊള്ളിക്കാൻ കൊള്ളാവും. അപ്പം നല്ല രുചി കിട്ടും. കേരാച്ചൂര റെഡിയായി വരുന്നുണ്ട്. നല്ല തിളച്ച് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. മീൻ അടിപൊളിയായിട്ട് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.